പ്രായവും അന്ധതയും അബ്ദുൽ ഖാദറിനെ തളർത്തിയില്ല. 72-ാമത്തെ വയസ്സിൽ അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ +2 പാസ്സായി മദ്രസ അധ്യാപകൻ. കിഴാറ്റൂർ സ്വദേശി അബ്ദുൽ ഖാദറാണ് തുല്യതാ പരീക്ഷയുടെ +2 പരീക്ഷ പാസ്സായത്. ആദ്യമായി ബ്രെയിലി സാക്ഷരത എഴുതിയതും അബ്ദുൽ ഖാദറായിരുന്നു. കുട്ടിക്കാലം മുതലേ കണ്ണുകളെ കാർന്നു തിന്നു തുടങ്ങിയ അന്ധത പയ്യെ സ്വന്തം ജീവിതം ഇരുട്ടിലാക്കിയപ്പോഴും തോറ്റുകൊടുക്കാൻ തയ്യാറാകാതിരുന്ന ഒരു മനസ്സാണ് കീഴാറ്റൂർ കണ്യാല മാടത്തിങ്ങൽ അബ്ദുൽ ഖാദറിന്റേത്. പൊരുതി ജീവിച്ച അബ്ദുൽ ഖാദർ 25 വർഷക്കാലം മദ്രസാധ്യാപകനായി ചെറുപ്പം മുതൽ താൻ സ്വായത്തമാക്കിയ മതപാഠങ്ങൾ പുതുതലമുറകൾക്ക് പകർന്നു നൽകി. അതേ അബ്ദുൽ ഖാദർ ഇതാ ഇപ്പോൾ പുതിയൊരു വിജയം കൂടി കുറിച്ചിരിക്കുന്നു. തുല്യതാ പഠനത്തിലൂടെ +2 എന്ന കടമ്പയും കടന്നാണ് അബ്ദുൽ ഖാദർ നിൽക്കുന്നത്. കുട്ടിക്കാലത്ത് സ്കൂളിൽ പോകാൻ സാധിക്കാത്ത വേദന ഉള്ളിലൊതുക്കി കഴിയുകയായിരുന്നു അബ്ദുൽ ഖാദർ. ആദ്യമായി ബ്രെയിലി സാക്ഷരത എഴുതിയ വ്യക്തി എന്ന നിലയിലാണ് ഖാദർ പൊതുവിദ്യാഭ്യാസത്തിലേക്ക് ചുവടുവെക്കുന്നത്. ഇതോടെ സ്കൂൾ വിദ്യാഭ്യാസം നേടണമെന്ന അബ്ദുൽ ഖാദറിന്റെ മോഹത്തിന് വിലങ്ങിടാൻ വിധിയൊരുക്കിയ അന്ധതയ്ക്ക് പോലും സാധിച്ചില്ല. ആദ്യം 4-ാം തരം, പിന്നെ 7-ാം തരം, തുടർന്ന് 10-ാം തരം, ഒടുവിൽ +1ഉം +2ഉം. സാക്ഷരതാ പഠനത്തിലൂടെ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പടവുകൾ ഓരോന്നായി അബ്ദുൽ ഖാദർ ചവിട്ടിക്കയറി. കഴിഞ്ഞ വർഷം എഴുതിയ +2 പരീക്ഷയിൽ എക്കണോമിക്സും ഹിസ്റ്ററിയും അബ്ദുൽ ഖാദറിനെ തോൽപ്പിച്ചപ്പോൾ തോൽക്കാൻ തയ്യാറാകാത്ത അബ്ദുൽ ഖാദറിന് മുന്നിൽ ഇക്കുറി 2 വിഷയങ്ങളും കീഴടങ്ങി. ഞാൻ ആദ്യമായിട്ട് സാക്ഷരത പഠിച്ചു. അത് ബ്രെയിലാണ് പഠിച്ചത്. എന്നിട്ട് ബ്രെയിൽ എഴുതി തന്നു. അതങ്ങനെ കൈ പിടിച്ചവർ എഴുതി തന്നു. അങ്ങനെ പഠിച്ചു. അങ്ങനെ 4-ാം തരവും അങ്ങനെ തന്നെ ബ്രെയിൽ പഠിച്ചു. ബ്രെയിൽ പരീക്ഷ എഴുതി. 7-ാം തരം സ്ക്രൈബ് വെച്ച് പഠിച്ചു. അത് അവർ ചോദ്യം വായിച്ചു തരും, ഞാൻ അങ്ങനെ ഉത്തരം പറഞ്ഞു കൊടുക്കും, അത് അവർ എഴുതും. അങ്ങനെ തന്നെ 10-ാം തരവും അങ്ങനെ തന്നെ അവർ ചോദ്യം വായിച്ചു തരും, ഞാൻ ഉത്തരം പറഞ്ഞു കൊടുക്കും, അവർ എഴുതും. 11-ാം ക്ലാസ്സിലും അങ്ങനെ തന്നെ, 12-ലും അങ്ങനെ തന്നെയാണ്. ഞാൻ ബ്രെയിൽ പഠിച്ചു. പിന്നെ അങ്ങനെ തന്നെ അവർ വായിച്ചു തരും, ഞാൻ ഉത്തരം പറഞ്ഞു കൊടുക്കും, ആ കുട്ടി അത് എഴുതുകയും ചെയ്തു. എൻ്റെ മകൾ കുട്ടിയാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ അത് എല്ലാവർക്കും എനിക്ക് പഠിക്കാൻ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അധ്യാപകരും പ്രേരകന്മാരും എല്ലാം എനിക്ക് സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. ഇനിയും എനിക്ക് ഡിഗ്രിക്ക് പോകാൻ ആഗ്രഹമുണ്ട്. എനിക്ക് ഡിഗ്രിക്ക് പോകാനാണ്, നമുക്ക് പോകാനാണ് ആഗ്രഹം. പിന്നെ സൈക്കോളജിക്കും ഉണ്ട്. ഏതാണ് എനിക്ക് സൗകര്യപ്പെടുന്നുണ്ടെങ്കിൽ അതിലേക്ക് പോകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ മനസ്സ് ഇപ്പോൾ, എനിക്ക് പ്രായം 71 ഉണ്ടെങ്കിലും എൻ്റെ മനസ്സ് ഇപ്പോഴും ചെറുപ്പക്കാരനാണ്. എൻ്റെ മനസ്സ് യുവാവാണ്. വയസ്സ് കൊണ്ട് ആയിട്ടുണ്ട് എങ്കിലും വയസ്സ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോഴും പോകണം തന്നെയാണ്. ഡിഗ്രി എടുക്കണമെന്നുള്ളൊരു ആഗ്രഹം എനിക്ക് ഇപ്പോഴും ഉണ്ട്. കുട്ടിക്കാലത്ത് നഷ്ടമായ കാഴ്ച തിരികെ ലഭിക്കാൻ ശസ്ത്രക്രിയകൾ പലതും നടത്തിയെങ്കിലും ഫലം കണ്ടിരുന്നില്ല. 18 വയസ്സിനിടെ 9 ശസ്ത്രക്രിയകൾ. ഒടുവിൽ കണ്ണട ഉപയോഗിച്ച് ചെറിയ തോതിൽ കാഴ്ച ലഭിച്ചു. പക്ഷേ കാലക്രമത്തിൽ അതും നഷ്ടമായി. പതിയെ പൂർണ്ണമായും ഇരുട്ടിലേക്ക് വീണു അബ്ദുൽ ഖാദർ. സ്ക്രൈബിന്റെ സഹായത്തോടെയാണ് പരീക്ഷകളെല്ലാം എഴുതിയത്. പഠനം തുടരുമെന്നും സൈക്കോളജിയിൽ ബിരുദം നേടാനാണ് ആഗ്രഹമെന്നും അബ്ദുൽ ഖാദർ പറഞ്ഞു.